നമ്മൾ ഈ വീഡിയോയിൽ പൈത്തണിലെ ഫങ്ഷൻസ് എന്താണെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഇവിടെ എഴുതിയിട്ടുണ്ട് ഫങ്ഷൻസ് ഇൻ പൈത്തൺ ആർ നെയിംഡ് ബ്ലോക്സ് ഓഫ് റീയൂസബിൾ കോഡ് ദാറ്റ് പെർഫോംസ് സ്പെസിഫിക് ടാസ്ക്സ് എന്ന്. അതായത് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്ന, അതായത് വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബ്ലോക്ക് ഓഫ് കോഡാണ്. ആ ബ്ലോക്ക് ഓഫ് കോഡിന് നമ്മളൊരു പേര് കൊടുക്കും. ഈ ബ്ലോക്ക് ഓഫ് കോഡ് എന്താ ചെയ്യുക? എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ടാസ്ക് ചെയ്യുന്ന കോഡായിരിക്കും. അതായത് ഒരു സ്പെസിഫിക് ടാസ്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എഴുതുന്ന ഒരു ബ്ലോക്ക് ഓഫ് കോഡ്, അതിനൊരു പേരും ഉണ്ടായിരിക്കും. എന്നിട്ട് നമുക്കത് റീയൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് വീണ്ടും വീണ്ടും ഒരു വട്ടം എഴുതി കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ നമുക്ക് വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ സെയിം ടാസ്ക് തന്നെ മൾട്ടിപ്പിൾ ടൈംസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഓരോ വട്ടം സെയിം ലൈൻ ഓഫ് കോഡ്സ് വീണ്ടും വീണ്ടും എഴുതേണ്ട ആവശ്യമില്ല. ഒരു വട്ടം നമ്മളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ ആ ഫംഗ്ഷൻ്റെ പേര് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കോൾ ചെയ്താൽ മതി. അത് നമ്മുടെ ടാസ്ക് വളരെ എളുപ്പമാക്കും. അതായത് നമ്മുടെ വർക്ക് കുറേ എളുപ്പമാക്കും. ഭയങ്കര മാനേജബിൾ ആയിട്ടുള്ള രീതിയിലേക്ക് നമുക്ക് കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റും. നമുക്ക് കോഡ് കുറച്ചും കൂടി സ്ട്രക്ചേർഡ് ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റും. നമുക്ക് എന്താണെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് ഞാൻ ഈ ഫങ്ഷൻസിൻ്റെ ആവശ്യകത എന്താണെന്ന് ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ട് കുറച്ചും കൂടി ഒന്ന് മനസ്സിലാക്കി തരാൻ ശ്രമിക്കാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എനിക്ക് എൻ്റെ ഇയർ ഓഫ് ബർത്ത് നിന്ന് എൻ്റെ ഏജ് കാൽക്കുലേറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്താ ചെയ്യുക? എനിക്ക് ആദ്യം തന്നെ ഒരു ഇൻപുട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് എൻ്റെ ഇയർ ഓഫ് ബർത്ത് എത്രയാണെന്ന് ചോദിക്കാം. എന്നിട്ട് അതൊരു വാരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും അല്ലേ? ഞാനിവിടെ എൻ്റെ ഇയർ ഓഫ് ബർത്ത് അക്ഷയ് YB അല്ലെങ്കിൽ അക്ഷയ് ഇയർ ഓഫ് ബർത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു വാരിയബിളിലോട്ട് ഇൻപുട്ട് ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഇയർ ഓഫ് ബർത്ത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇൻപുട്ട് ഫംഗ്ഷന് ഒരു പ്രത്യേകത ഉണ്ട്. അതിന് നമ്മൾ എന്ത് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാലും അത് സ്ട്രിങ് ആയിട്ടാണ് സ്റ്റോർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഞാൻ അക്ഷയ് YBനെ ഒരു ഇൻറ്റീജറായിട്ട് കൺവേർട്ട് ചെയ്യണം ഇവിടെ. അങ്ങനെ എൻ്റെ ഇയർ ഓഫ് ബർത്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഏജ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? കറണ്ട് ഇയറിന് അത് ജസ്റ്റ് മൈനസ് ചെയ്താൽ പോരെ. അപ്പോൾ ഞാനിവിടെ ചെയ്യാണ് 2024 കറണ്ട് ഇയർ. 2024 മൈനസ് അക്ഷയ് YB ഇൻറ്റ് എന്ന് കൊടുത്തിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ വയസ്സ് ഏജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാരിയബിളിലോട്ട് നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എനിക്ക് എൻ്റെ ഏജ് എത്രയാണെന്ന് പ്രിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പ്രിൻ്റ് എന്ന് കൊടുത്തിട്ട് അക്ഷയ് എന്ന് പറഞ്ഞിട്ട് ആ വാരിയബിൾ ഏജ് എന്നുള്ള വാരിയബിൾ അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യാണ്. അപ്പോൾ 26 വയസ്സാണെന്നാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ. ഇനി എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, അവൻ്റെ പേര് അർജുൻ എന്നാണ്. അവൻ്റെ ഏജ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. സെയിം വേ ചെയ്യാൻ പോവാണ്. ആദ്യം തന്നെ ഞാൻ അവനോട് അവൻ്റെ ഇയർ ഓഫ് ബർത്ത് എത്രയാണെന്ന് ചോദിക്കുകയാണ്, ഇൻപുട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ട്. അപ്പോൾ അവൻ്റെ ഒരു ഇയർ ഓഫ് ബർത്ത് 1996 ആയിക്കോട്ടെ. ഓക്കെ. അത് ഞാൻ അർജുൻ YB എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാരിയബിളിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇൻപുട്ട് ഫംഗ്ഷൻ എല്ലാം സ്ട്രിങ് ആയിട്ടാണ് എടുക്കുക. അതുകൊണ്ട് നമ്മളതിനെ ആദ്യം ഇൻറ്റീജറായിട്ട് കൺവേർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ അർജുൻ YBനെ ഇൻറ്റീജറായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. എന്നിട്ട് എനിക്ക് അവൻ്റെ ഏജ് കാൽക്കുലേറ്റ് ചെയ്യണം. ഏജ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? കറണ്ട് ഇയറിന്ന് അവൻ്റെ ഇയർ ഓഫ് ബർത്ത് മൈനസ് ചെയ്യുകയാണ്. അത് ചെയ്തിട്ട് ഞാൻ ഏജ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാരിയബിളിലോട്ട് അവൻ്റെ ഏജ് എത്രയാണെന്ന് വെച്ചാൽ അത് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ജസ്റ്റ് അതൊന്ന് പ്രിൻറ്റ് ചെയ്യുകയാണ് ഇവിടെ. അർജുൻ ഈസ് 28 years old. അപ്പോൾ നമ്മൾ ബേസിക്കലി എന്താണ് ചെയ്തത്? സെയിം ടാസ്ക് തന്നെ 2 വട്ടം ചെയ്തു. അതായത് ഇയർ ഓഫ് ബർത്ത്, ഒരാളുടെ ഇയർ ഓഫ് ബർത്ത് കിട്ടിക്കഴിഞ്ഞാൽ കറണ്ട് ഇയറിന്ന് അത് സബ്ട്രാക്ട് ചെയ്തുകൊണ്ട് നമ്മൾ അയാളുടെ ഏജ് കാൽക്കുലേറ്റ് ചെയ്തു. സെയിം കാര്യം തന്നെയാണ് ചെയ്തത് എനിക്കും എൻ്റെ ഫ്രണ്ട് അർജുനും. പക്ഷേ ഇത് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്രയും ലൈൻ ഓഫ് കോഡ്സ് വേണ്ടി വന്നു, സെയിം ടാസ്ക് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ. പക്ഷെ നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ആ ഫംഗ്ഷനിലേക്ക് നമ്മളൊരു ഇയർ ഓഫ് ബർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അയാളുടെ ഏജ് എത്രയാണെന്ന് പറഞ്ഞിരുന്ന ഒരു ഫംഗ്ഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ പിന്നീട് നമുക്ക് ജസ്റ്റ് ആ ഫംഗ്ഷൻ കോൾ ചെയ്തുകൊണ്ട് ഇയർ ഓഫ് ബർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഏജ് കിട്ടും. അപ്പോൾ ഇത്രയും ലൈൻ ഓഫ് കോഡ്സിൻ്റെ ആവശ്യം വരില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഇയർ ഓഫ് ബർത്ത് എന്ന് ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ കുറച്ച് കഴിഞ്ഞിട്ട് അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ചും കൂടി സിമ്പിൾ ആയിട്ടുള്ള ഫംഗ്ഷൻസ് ഒക്കെ ഒന്ന് നോക്കാം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എൻ്റെ കയ്യിൽ 5 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നമ്പർ ഉണ്ട്. അതിൻ്റെ സ്ക്വയർ കാണണമെങ്കിൽ എന്താ ചെയ്യുക? ഒന്നെങ്കിൽ 5നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, അതല്ലെങ്കിൽ 5ൻ്റെ പവറിൽ നമുക്ക് 2 എന്ന് കൊടുക്കാം അല്ലേ? ഇനി 6ൻ്റെ ചെയ്യണമെന്ന് വിചാരിക്കുക. 6 × 6 ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സെയിം പ്രൊസീജിയറാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു നമ്പറിന് എടുക്കുന്നു, ആ നമ്പർ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ സ്ക്വയർ കാണുന്നു. ഇത് നമ്മൾ ഓരോ വട്ടം ഇങ്ങനെ എഴുതുന്നതിന് പകരമായിട്ട് നമുക്കൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഡെഫ് എന്ന് പറഞ്ഞിട്ടൊരു കീവേഡ് ഉപയോഗിക്കണം.
ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മുടെ ഫംഗ്ഷൻ്റെ പേരെന്താണോ അതാണ് നമ്മൾ കൊടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് ഇൻപുട്ടായിട്ട് ഞാനൊരു നമ്പർ കൊടുക്കണം. നമ്പർ ഞാൻ ജസ്റ്റ് n എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് എനിക്ക് കിട്ടേണ്ടത് എന്താണ്, എനിക്ക് റിട്ടേൺ ആയിട്ട് വരേണ്ടത് ആ നമ്പറിനെ ആ നമ്പർ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളൊരു വാല്യൂ ആണ്. ഈ ഫംഗ്ഷൻ ഞാൻ ഇവിടെ ഡിഫൈൻ ചെയ്തു. ഞാനിവിടെ വേണമെങ്കിൽ എഴുതി വെക്കാം, സ്ക്വയർ ഓഫ് എ നമ്പർ. ഓക്കെ, ഈ ഫംഗ്ഷൻ ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ സ്ക്വയർ കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്ക്വയർ എന്നുള്ള ഫംഗ്ഷൻ വിളിക്കുക. എന്നിട്ട് ഏത് നമ്പറാണോ വേണ്ടത് ആ നമ്പർ കൊടുക്കുക. കണ്ടോ, 6ൻ്റെ സ്ക്വയർ 36 വന്നിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ 5ൻ്റെ കാണണമെങ്കിൽ നോക്കാം, സ്ക്വയർ 5. കണ്ടോ, സെയിം ഫംഗ്ഷൻ സെയിം ടാസ്ക്കാണ് നമ്മൾ പെർഫോം ചെയ്യുന്നത്. ജസ്റ്റ് ആ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു, അതിലോട്ട് നമുക്ക് വേണ്ട നമ്പർ കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. ഇത് നമ്മൾ മാനുവലായിട്ട് ചെയ്യുന്ന രീതിയും ഈ ഫംഗ്ഷൻ വെച്ച് ചെയ്യുന്ന രീതിയും തമ്മിൽ വലിയ വ്യത്യാസം തോന്നില്ല, കാരണം ഇത് ഭയങ്കര ബേസിക് ആയിട്ടുള്ള ഫംഗ്ഷനാണ്. പക്ഷേ നമ്മുടെ കയ്യിലുള്ള ടാസ്ക് എന്ന് പറഞ്ഞാൽ കുറേ ലൈൻ ഓഫ് കോഡ്സ് യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു കാര്യമാണെങ്കിൽ അത് നമ്മളൊരു ഫംഗ്ഷനായിട്ട് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് വീണ്ടും വീണ്ടും അത് റീയൂസ് ചെയ്യാൻ പറ്റും, ജസ്റ്റ് ആ ഫംഗ്ഷൻ്റെ പേര് യൂസ് ചെയ്തുകൊണ്ട്. നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. എനിക്ക് 2 നമ്പേഴ്സിൻ്റെ സമ്മ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണമെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ ഇതാണ് ഫംഗ്ഷൻ that calculates sum of 2 numbers. calculates എന്ന് വരും അല്ലേ, അറിയില്ല. ഓക്കെ, ഇതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഡെഫ് എന്ന് പറഞ്ഞിട്ടുള്ള കീവേഡ് യൂസ് ചെയ്യാണ്. എന്നിട്ട് ഞാൻ ഫംഗ്ഷന് പേര് കൊടുക്കുകയാണ് add 2 numbers എന്ന് പറഞ്ഞിട്ട്, add 2 numbers. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഞാൻ 2 നമ്പേഴ്സ് കൊടുക്കുകയാണ്, a and b, ഏതെങ്കിലും നമ്പർ ആയിക്കോട്ടെ. എന്നിട്ട് എനിക്ക് എന്താണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, എനിക്ക് അവരുടെ സം വാല്യൂ, അതായത് അവർ ആഡ് ചെയ്തിട്ടുള്ള വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. a+b ആണ് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതിന് ഞാൻ സം വാല്യൂ എന്ന് പറഞ്ഞിട്ടൊരു വാരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യാണ്. എന്നിട്ട് എനിക്ക് എന്താണ് റിട്ടേൺ ചെയ്യേണ്ടത്, ഞാൻ പറയാണ് റിട്ടേൺ ചെയ്യേണ്ടത് ഇതാണ്, സം ഓഫ് a ആൻഡ് b എന്ന് പറയുന്നത് എന്താണ്, ഈസ് സം വാല്യൂ. ഇതാണ് എനിക്ക് റിട്ടേൺ ചെയ്യേണ്ടത്. ഞാനിവിടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത്, ഇവിടെ എന്തോ എറർ വന്ന് ഇവിടെ ക്ലോസ് ചെയ്തില്ലല്ലോ സ്ട്രിങ്. ഓക്കെ, ഫംഗ്ഷൻ ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഫംഗ്ഷൻ കോൾ ചെയ്യാണ് ആഡ് 2 നമ്പേഴ്സ്. നമ്പറായിട്ട് ഞാൻ കൊടുക്കുകയാണ് 5ഉം 6ഉം. 5ഉം 6ഉം കൂട്ടി എത്രയാണ്, 11 അല്ലേ. ഉണ്ടോ, ഇവിടെ 11 വരുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ആഡ് 2 നമ്പേഴ്സ്. ഞാൻ പറയാണ് 1025 + 67. ഇവിടെ എന്താ പ്രശ്നം പറ്റിയത്, സോറി, ഞാൻ പ്ലസ് ആയിട്ടത് കോമിക്കാർ. ഓക്കെ, 1992 എന്നാണ് ആൻസർ കിട്ടിയത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ വർക്ക് ആവുന്നുണ്ട്. എന്നാൽ നമുക്ക് ഇനി ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്താലോ. അതായത് നമ്മുടെ കയ്യിലൊരു നമ്പർ സീക്വൻസ് ഉണ്ട്, അതിൻ്റെ ആവറേജ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കാം. ഞാനിവിടെ എഴുതാണ് ആവറേജ് ഓഫ് എ നമ്പർ സീക്വൻസ്. അപ്പോൾ ഒരു നമ്പർ സീക്വൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെങ്ങനെ അതിൻ്റെ ആവറേജ് കണക്കാക്കുക, അതിൽ ഓരോ എലമെൻസിനെയും ആഡ് ചെയ്തുകൊണ്ട് നമ്മൾ ആദ്യം ടോട്ടൽ വാല്യൂ കാണുന്നു. എന്നിട്ട് ആ സീക്വൻസിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്നുള്ളത് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആവറേജ് വാല്യൂ കിട്ടും അല്ലേ. അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണം, ഡെഫ് കാൽക്കുലേറ്റ് ആവറേജ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ഫംഗ്ഷൻ്റെ ഉള്ളിലോട്ട് എന്താണ് കൊടുക്കുന്നത്, ഒരു സീക്വൻസ് ആണ് ഞാൻ കൊടുക്കുന്നത്. സീക്വൻസ് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇത് സീക്വൻസ് തന്നെ എഴുതണമെന്നില്ല കേട്ടോ, എന്ത് വേരിയബിളിൻ്റെ പേര് കൊടുക്കാൻ പറ്റും ഇവിടെ. എന്നിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ആദ്യം തന്നെ ഞാൻ ആ സീക്വൻസിലെ എല്ലാ എലമെൻസിൻ്റെയും വാല്യൂവിൻ്റെ സം ആദ്യം കാണണം അല്ലേ, സം ഓഫ് സീക്വൻസ്. എന്നിട്ട് അതിൽ എത്ര എലമെൻ്റ് ഉണ്ടോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ആവറേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ആവറേജ് ഈക്വൽ ടു ടോട്ടൽ ഡിവൈഡഡ് ബൈ ലെങ്ത് ഓഫ് സീക്വൻസിൻ്റെ എലമെൻസിൻ്റെ ലെങ്ത്ത് നോക്കിക്കാണ്ട് അതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആവറേജ് കിട്ടുമല്ലോ. എന്നിട്ട് നമുക്ക് എന്താണ് റിട്ടേൺ ചെയ്യേണ്ടത്, ആവറേജ്. ഫംഗ്ഷൻ ഞാൻ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത് ശരിയാണോ നോക്കാം. ഞാൻ ഫംഗ്ഷൻ കോൾ ചെയ്യാണ്, അതിൻ്റെ ഉള്ളിൽ ഞാനൊരു ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്, 23, 4, 5, 6, 1 എന്ന് പറഞ്ഞിട്ട് 7.8 എന്ന് പറഞ്ഞിട്ടൊരു ആവറേജ് വാല്യൂ കിട്ടിയിട്ടുണ്ട്. നമുക്ക് നമ്പേർഡ് ആയിട്ട് സീക്വൻസിനെ വേറെ രീതിയിൽ എഴുതാമല്ലോ, നമുക്ക് ടപ്പിളായിട്ട് എഴുതിക്കൂടെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഫംഗ്ഷൻ ഒരു ടപ്പിളിൽ അപ്ലൈ ചെയ്ത് നോക്കാം. കാൽക്കുലേറ്റ് ആവറേജ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു നമ്പേർഡ് സീക്വൻസ് ഉണ്ട്, ടപ്പിളാണ്, അതിൻ്റെ ആവറേജ് കണ്ടെത്തി നോക്കാം. നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു സീക്വൻസ് തന്നു കഴിഞ്ഞാൽ നമ്മളതിലെ ആവറേജ് വാല്യൂ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് നമ്മൾ ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ
ഇങ്ങനൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ 2-3 വരി നമുക്ക് ഓരോ സീക്വൻസ് എടുക്കുമ്പോഴും 2-3 ലൈൻ ഓഫ് കോഡ്സ് എഴുതേണ്ടി വരും. ഇപ്പോൾ നമുക്ക് ഓരോ സീക്വൻസ് എടുക്കുമ്പോഴും ജസ്റ്റ് ഒരു ലൈൻ എഴുതിയാൽ മതി, ആ ഫംഗ്ഷൻ ജസ്റ്റ് കോൾ ചെയ്താൽ മതി. എത്ര എളുപ്പമായില്ലേ? അതാണ് ഫംഗ്ഷൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്. എന്നാൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. പാരാമീറ്റേഴ്സ് വേഴ്സസ് ആർഗ്യുമെൻറ്റ്സ്. എന്താണ് പാരാമീറ്റേഴ്സ് ആർഗ്യുമെൻറ്റ്സ് എന്നൊക്കെ ഞാനിവിടെ വിശദമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, ഒന്ന് വായിച്ചു നോക്കുക. ഒന്നുമില്ല, പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ ഇവിടെ കൊടുക്കുന്ന പ്ലേസ് ഹോൾഡേഴ്സ് ആണ് പാരാമീറ്റർ എന്ന് പറയുന്നത്. അതായത് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മൾ താൽക്കാലികമായിട്ട് കൊടുക്കുന്ന പേരുകളുണ്ടല്ലോ, എ ബി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, ഇതൊക്കെയാണ് പാരാമീറ്റേഴ്സ്. ഇത് പ്ലേസ് ഹോൾഡേഴ്സ് ആണ്, അതിന് ഏത് വാല്യൂ വേണമെങ്കിലും എടുക്കാൻ പറ്റും. ഞാൻ വേണമെങ്കിൽ ഇവിടെ എഴുതി വെക്കാം, A and B are parameters. അപ്പോൾ എന്താണ് ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്? ആർഗ്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന ടൈമിൽ, ഡിഫൈൻ ചെയ്യുന്ന ടൈമിലല്ല, കോൾ ചെയ്യുന്ന ടൈമിൽ നമ്മൾ കൊടുക്കുന്ന ആക്ച്വൽ വാല്യൂസിനാണ് നമ്മൾ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുക. ഇപ്പോൾ 5 and 6 എന്താണ്? ആർഗ്യുമെൻറ്റ്സ് ആണ്, ആർഗ്യുമെൻറ്റ്സ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പാരാമീറ്ററും ആർഗ്യുമെൻറ്റും തമ്മിലുള്ള വ്യത്യാസം. പാരാമീറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന ടൈമിൽ കൊടുക്കുന്ന പ്ലേസ് ഹോൾഡേഴ്സ് ആണ്, നമ്മൾ താൽക്കാലികമായി കൊടുക്കുന്ന പേരുകളാണ് പാരാമീറ്റർ എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ കൊടുക്കുന്ന ആക്ച്വൽ വാല്യൂസിനാണ് നമ്മൾ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ഇവിടെ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി, വിശദമായിട്ട് വീഡിയോ ഒന്ന് നിർത്തിയിട്ട് വായിച്ചു നോക്കാം. എന്നാൽ നമുക്കിനി നമ്മൾ ആദ്യം നോക്കിയ പ്രോബ്ലത്തിലേക്ക് ഒന്ന് പോയാലോ. അതായത് ഒരാളുടെ ഇയർ ഓഫ് ബർത്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അയാളുടെ ഏജ് കാൽക്കുലേറ്റ് ചെയ്യാമെന്നുള്ളത്. ഓക്കെ, നമുക്കതെങ്ങനെ ഒരു ഫംഗ്ഷനായിട്ട് ഡിഫൈൻ ചെയ്യാം എന്ന് നോക്കാം. ഞാനിവിടെ എഴുതാണ് ഫംഗ്ഷൻ ടു കാൽക്കുലേറ്റ് ഏജ് ഓഫ് എ പേഴ്സൺ ഫ്രം അയാളുടെ ഇയർ ഓഫ് ബർത്ത്. ഓക്കെ, ഞാൻ നേരത്തെ പോലെ ഡിഫൈൻ ചെയ്യാണ് ഒരു ഫംഗ്ഷൻ ഡെഫ് കാൽക്കുലേറ്റ് ഏജ് എന്നാണ് ഞാൻ പേര് കൊടുക്കുന്നത്. എന്നിട്ട് അയാളുടെ ഇയർ ഓഫ് ബർത്ത് ഞാൻ കൊടുക്കുകയാണ്. എന്നിട്ട് അപ്പോൾ എന്താണ് ഏജ് എന്ന് പറയുന്നത്? എന്താണ് ഏജ് ഈക്വൽ ടു കറണ്ട് ഇയർ എത്ര? 2024 ആണ്. അതിന് YB കുറയ്ക്കുന്നു. എന്നിട്ട് റിട്ടേൺ ഏജ് എന്ന് കൊടുത്താൽ മതി. ഓക്കെ, ഞാൻ എന്നിട്ട് കാൽക്കുലേറ്റ് ഏജ് YB ആയിട്ട് എൻ്റെ ഇയർ ഓഫ് ബർത്ത് 1998 കൊടുക്കുകയാണ്. 1998 ആണോ, 26 വയസ്സെന്ന് കിട്ടി. എന്നാൽ കുറച്ചും കൂടി ഒന്ന് വൃത്തിയാക്കണം എന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ നേരത്തെ ആദ്യം ഫൈനൽ ഔട്ട്പുട്ടായിട്ട് ഇങ്ങനെയാണ് വന്നത്, അക്ഷയ് ഈസ് 26 years old എന്നൊക്കെ പറഞ്ഞിട്ട്. വയസ്സായി? ഇല്ല, വയസ്സായില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇയർ ഓഫ് ബർത്ത് മാത്രമല്ല എൻ്റെ പേരും കൂടി ഇൻപുട്ടായിട്ട് നമുക്ക് എടുക്കാം. എന്നാൽ നമുക്ക് അതുപോലെ പ്രിൻറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ഞാനിവിടെ കൊടുക്കുകയാണ് നെയിം എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ട്, അതിലായിരിക്കും എൻ്റെ പേരുണ്ടാവുക, YBയിലായിരിക്കും എൻ്റെ ഇയർ ഓഫ് ബർത്ത് ഉണ്ടാവുക. എന്നിട്ട് റിട്ടേൺ ചെയ്യേണ്ടത് എന്താണ്? എൻ്റെ പേര് ആദ്യം അക്ഷയ് ഈസ് എത്ര ഇയേഴ്സ് ഓൾഡ്? ഏജ് ഇയേഴ്സ് ഓൾഡ് ഡിഫൈൻ ചെയ്യുന്നു, കോൾ ചെയ്യുന്നു. എന്താ പ്രശ്നം പറ്റിയത്? കാൽക്കുലേറ്റ് ഏജ് ഇസ് മിസ്സിങ് 1 ആർഗ്യുമെൻറ്റ്. ഇവിടെ ഞാൻ വെറും 1998 എന്നേ കൊടുത്തിട്ടുള്ളൂ. ഇവിടെ എൻ്റെ പേര് കൂടി കൊടുക്കണം, കാരണം നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തപ്പോൾ ഇവിടെ 2 വേരിയബിൾ കൊടുത്തില്ലോ, നെയിമും YBയും. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ അക്ഷയ് എന്ന് കൂടി എഴുതി, എന്നിട്ട് ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു. കണ്ടോ, അക്ഷയ് ഈസ് 26 years old. ഓക്കെ, എന്നാൽ നമുക്കിനി അർജുൻ്റെ വയസ്സൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. കാൽക്കുലേറ്റ് ഏജ് അർജുൻ. ഏത് വർഷം ഇനി ഓർമ്മ ഉണ്ട്? 1996 തോന്നുന്നു അല്ലേ? അങ്ങനെയാണെങ്കിൽ 28 വയസ്സ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ നമ്മൾ ഇത്രയും ലൈൻ ഓഫ് കോഡ്സ് വെച്ചിട്ടാണ് ഇത് ചെയ്തത്. ഇവിടെ നമ്മൾ കണ്ടോ, ഈ ഒരു 3 ലൈൻ ഓഫ് കോഡിൽ നമ്മുടെ കാര്യങ്ങൾ കഴിഞ്ഞ് കിട്ടി. അതാണ് ഫംഗ്ഷൻ്റെ ഉപയോഗം. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഞാൻ 2024 എന്നാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ കൊടുത്തത്. പക്ഷെ നമ്മൾ ഫംഗ്ഷനൊക്കെ ഡിഫൈൻ ചെയ്യുമ്പോൾ ഏറ്റവും ജനറലൈസ്ഡ് ആയിട്ടുള്ള ഫോമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഇതിപ്പോൾ ഞാൻ ഈ ഫംഗ്ഷൻ അടുത്ത വർഷമാണ് കോൾ ചെയ്യണതെങ്കിൽ തെറ്റായിട്ടുള്ള ഔട്ട്പുട്ടാണ് കിട്ടുക. കാരണം അടുത്ത വർഷം 2025 അപ്പോൾ 2025 വേണം മൈനസ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഈ ഡേറ്റ് ഒക്കെ ആയിട്ട് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മോഡ്യൂളുണ്ട് പൈത്തണിൽ. അതിൻ്റെ പേരാണ് ഡേറ്റ് ടൈം എന്ന് പറഞ്ഞിട്ട്. ഞാൻ ആദ്യം അതിനൊന്ന് ഇമ്പോർട്ട് ചെയ്യാം. ഇമ്പോർട്ട് ഡേറ്റ് ടൈം ഫ്രം ഡേറ്റ് ടൈം ഇമ്പോർട്ട് ഡേറ്റ് ടൈം. ഓക്കെ, അങ്ങനെ ഡേറ്റ് ടൈം നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതേ ഫംഗ്ഷൻ ഒന്നും കൂടി ഇവിടേക്ക് മാറ്റി എഴുതാണ്, കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ്. ഇവിടേക്ക് ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്തു. എന്നിട്ട് ഈ 2024 പകരം ഈ ഡേറ്റ് ടൈം എങ്ങനെ യൂസ് ചെയ്യാൻ നോക്കാം നമുക്ക്. ഡേറ്റ് ടൈം ഡോട്ട് നൗ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഡേറ്റ് എത്രയാണെന്ന് കിട്ടും. അതായത് 2024 9ാമത്തെ മാസം
19ാമത്തെ ഡേറ്റ് എന്നൊക്കെ പറഞ്ഞ് ടൈമൊക്കെ ഉണ്ട്. ഇതിൽ നമുക്ക് വെറും ഇയർ കിട്ടിയാൽ മതി. നമ്മൾ ജസ്റ്റ് ഇയറിന് എഴുതുന്നു, 2024 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ സാധനം എനിക്ക് ഈ ഫംഗ്ഷനിൽ 2024 പകരം എഴുതി കൂടെ, എഴുതുന്നു, ഡിഫൈൻ ചെയ്യുന്നു. എന്നിട്ട് ഞാൻ നേരത്തെ കോൾ ചെയ്ത അതേ സാധനം ഇവിടേക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാണ്. എൻ്റെ ഏജ് എത്രയാണെന്ന് നോക്കാം, 26 കറക്റ്റാണ് കേട്ടോ. സെയിം ഔട്ട്പുട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ചും കൂടി ജനറലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫോമാണ് ഈ ഫംഗ്ഷൻ്റെ. അപ്പോൾ ഇതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ വേ ഓഫ് റൈറ്റിംഗ് ദ കോഡ്. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. നമുക്ക് ഒരു നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അത് ഓഡാണോ അല്ലെങ്കിൽ ഈവൻ ആണോ നോക്കണം. അല്ലെങ്കിൽ വേണ്ട, ജസ്റ്റ് ഈവൻ ആണോ എന്നുള്ളത് നമുക്ക് നോക്കണം എന്ന് വിചാരിക്കാം. ഞാനിവിടെ എഴുതാം, ഫങ്ഷൻ ടു ചെക്ക് ഇഫ് എ നമ്പർ ഈസ് ഈവൻ ഓർ നോട്ട്. ഞാനിവിടെ ഫംഗ്ഷൻ പേര് കൊടുക്കുകയാണ് ഈസ് ഈവൻ എന്ന് പറഞ്ഞിട്ട്, ഈസ് ഈവൻ. എന്നിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് ഞാനൊരു നമ്പർ കൊടുക്കുകയാണ്. ആ നമ്പർ ഇവിടെ നമുക്ക് എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ, നമ്പർ എന്ത് വേണമെങ്കിലും കൊടുക്കാം, ഒന്നും കാര്യമില്ല. അപ്പോൾ എപ്പോഴാണ് നമ്മളൊരു നമ്പർ ഈവൻ ആണെന്ന് പറയുക അല്ലെങ്കിൽ ഇരട്ട സംഖ്യ എന്ന് പറയുക? നമ്മൾ അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡറായിട്ട് അല്ലെങ്കിൽ ശിഷ്ടമായിട്ട് 0 ആണ് വരുന്നതെങ്കിൽ നമ്മൾ അതിനെ ഇരട്ട സംഖ്യ എന്ന് പറയും. അതല്ല, നമുക്ക് 1 കിട്ടുകയാണെങ്കിൽ നമ്മൾ അതിനെ ഓഡ് എന്ന് പറയും അല്ലേ. അങ്ങനെ റിമൈൻഡർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മോഡുലസ് ഓപ്പറേറ്റർ ഉണ്ടല്ലേ. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാണ്, ഇഫ് നമ്പർ മോഡുലസ് 2 ഈക്വൽ ടു 0. അതായത് നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ 0 ആണെങ്കിൽ നമ്മൾ ആ നമ്പർ എന്ത് പറയും? ഈവൻ എന്ന് പറയും. റിട്ടേൺ ട്രൂ. അതായത് ഈസ് ഈവൻ എന്ന് ചോദിക്കുകയാണ്, ഇത് ഈവൻ ആണോ എന്ന് നമ്മൾ ചോദിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ട്രൂ നമ്മൾ റിട്ടേൺ ചെയ്യും. എപ്പോൾ? മോഡുലസ് ഓപ്പറേറ്റർ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ ആയിട്ട് 0 ആണ് കിട്ടുന്നതെങ്കിൽ. അതല്ലെങ്കിൽ എൽസ് കണ്ടീഷനായിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? റിട്ടേൺ ഫാൾസ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ എൽസ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ റിട്ടേൺ ഫാൾസ് എന്ന് എഴുതാം. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല ശരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ ഈ ഇഫ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് വിചാരിക്കുക. അതായത് നമ്പർ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 0 ആണ് റിമൈൻഡർ ആയിട്ട് കിട്ടുന്നതെങ്കിൽ ഈ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആവും. അതായത് ട്രൂന്ന് റിട്ടേൺ ചെയ്യും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ അവിടെ സ്റ്റോപ്പ് ആവും. പിന്നെ താഴേക്കുള്ള ലൈൻ ഓഫ് കോഡ്സിനെ അത് മൈൻഡ് ചെയ്യില്ല. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാത്തിടത്തോളം ടൈമിൽ ഈ എൻ്റയർ ഇഫ് ബ്ലോക്ക് എക്സിക്യൂട്ട് ആവില്ല. എന്നിട്ട് അടുത്ത ലൈൻ ഔട്ട് പോകും. അടുത്ത ലൈൻ എന്താണ്? റിട്ടേൺ ഫാൾസ്. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് എൽസ് എന്ന് പറഞ്ഞിട്ട് എഴുതേണ്ട ആവശ്യമില്ല, ഇങ്ങനെ കൊടുത്താൽ മതി. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. ഞാൻ 2 എന്നുള്ള നമ്പർ ഈവൻ ആണോ നോക്കുകയാണ്. ഈസ് ഈവൻ 2 ട്രൂ ആണ്, അത് ഈവൻ നമ്പറാണ്. 0 നോക്കാം, 0യും ഈവൻ നമ്പറാണ്. ഇനി 5 നോക്കാം, 5 ഫാൾസ്, 5 ഒറ്റ സംഖ്യയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ കറക്റ്റായിട്ട് വർക്ക് ആവുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കുറേ ഫങ്ഷൻസ് നമ്പേഴ്സായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യേണ്ടായി. അത് നമുക്ക് സ്ട്രിങ് ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വല്ല ഫങ്ഷൻ ചെയ്യാൻ പറ്റുമോ നോക്കാം. ഞാനിവിടെ 2 സ്ട്രിങ്ങിനെ കിട്ടിക്കഴിഞ്ഞാൽ ആ സ്ട്രിങ്ങിനെ എങ്ങനെ കോൺകാറ്റിനേറ്റ് ചെയ്തുകൊണ്ട് അടുപ്പിച്ച് എഴുതാമെന്നുള്ളതാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഞാനിവിടെ എഴുതാണ് ഫങ്ഷൻ ടു കോൺകാറ്റിനേറ്റ് 2 സ്ട്രിങ്സ്. 2 സ്ട്രിങ്സിനെ കോൺകാറ്റിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഫംഗ്ഷനാണ്. ഞാൻ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ്. സ്പെല്ലിംഗ് എന്താ? നെറ്റ്. ഓക്കെ, കറക്റ്റാന്ന് തോന്നുന്നു. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ഇൻപുട്ടായിട്ട് ഞാൻ കൊടുക്കുന്നത് സ്ട്രിങ് 1 സ്ട്രിങ് 2 എന്നാണ്. എന്നിട്ട് എനിക്ക് എന്താണ് ഔട്ട്പുട്ടായിട്ട് വേണ്ടത്? റിട്ടേൺ ചെയ്യേണ്ടത് ഒന്നുമില്ല, ജസ്റ്റ് സ്ട്രിങ് 1 എടുക്കുക. എന്നിട്ട് അതിനോട് ഒരു സ്പേസ് ഇട്ടിട്ട്, സ്പേസ് നമ്മളിങ്ങനെ കൊടുക്കുന്നു, സ്പേസ് ഇട്ടുകൊണ്ട് സ്ട്രിങ് 2 പ്രിൻറ്റ് ചെയ്യുക. അത്രേ ഉള്ളൂ. കോൺകാറ്റിനേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഞാൻ ഫംഗ്ഷൻ അവിടെ ഡിഫൈൻ ചെയ്തു. എന്നിട്ട് ഞാൻ ഫംഗ്ഷൻ കോൾ ചെയ്യാണ് കോൺകാറ്റിനേറ്റ് എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ 2 സ്ട്രിങ് കൊടുക്കുകയാണ്. ഫസ്റ്റത്തെ സ്ട്രിങ് ഞാൻ പറയാണ് മീസക്കാരൻ. രണ്ടാമത്തെ സ്ട്രിങ് ആയിട്ട് ഞാൻ കൊടുക്കുകയാണ് മാധവൻ. കണ്ടോ, ഫംഗ്ഷൻ നമുക്ക് മീശക്കാരൻ മാധവൻ എന്നുള്ള ഒരൊറ്റ സ്ട്രിങ് ആയിട്ട് തന്നിട്ടുണ്ട്. അതായത് ഈ 2 സ്ട്രിങ്ങുകളെയും കോൺകാറ്റിനേറ്റ് ചെയ്തുകൊണ്ട് ഇടയ്ക്കൊരു സ്പേസും കൊടുത്തുകൊണ്ട് ഒരൊറ്റ സ്ട്രിങ് ആയിട്ട് നമുക്ക് ഔട്ട്പുട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഫംഗ്ഷനും കഴിഞ്ഞു. എന്നാൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ റിട്ടേൺ വാല്യൂസ് ആൻഡ് ദെയർ അൺപാക്കിംഗ് എന്നാണ്. അതായത് നമ്മുടെ ഫംഗ്ഷൻ ഇപ്പോഴൊക്കെ നമുക്ക് ഒരൊറ്റ ഔട്ട്പുട്ടാണ് തരുന്നത്. കണ്ടോ, ഒരൊറ്റ ഔട്ട്പുട്ടാണ് തരുന്നത്. എന്നാൽ നമ്മുടെ ഫംഗ്ഷൻ 2 സംഭവങ്ങൾ ഔട്ട്പുട്ടായിട്ട് തരികയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ അതിനെ അൺപാക്ക് ചെയ്യുന്നതാണ് നോക്കാൻ പോകുന്നത്. ഞാനൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് ഡെഫ് ഏജ് ഇൻ 2030 2030 ആകുമ്പോൾ എത്ര വയസ്സാവും എന്നുള്ളതാണ്. എന്നിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് ഇൻപുട്ടായിട്ട് ഞാൻ എൻ്റെ പേരും കൊടുക്കുന്നുണ്ട്, എൻ്റെ
ഇപ്പോഴത്തെ ഏജും കൊടുക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഏജിന് 2030 കാണാൻ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഇപ്പോഴത്തെ ഏജിനോട്ട് എത്ര ആഡ് ചെയ്താൽ മതി? 6 അല്ലേ? 6 അല്ലേ? ഇപ്പോൾ 2024 6 ആഡ് ചെയ്താൽ മതി. ഓക്കെ. എന്നിട്ട് റിട്ടേൺ ചെയ്യാൻ ഞാൻ പറയുകയാണ്, എൻ്റെ പേരും റിട്ടേൺ ചെയ്യണം, അതുപോലെ തന്നെ എൻ്റെ ഏജ് ഇൻ 2030 റിട്ടേൺ ചെയ്യണം എന്ന് പറയുകയാണ്. അങ്ങനെ ഉള്ളൊരു ഫംഗ്ഷൻ ഞാൻ ഇവിടെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് ഞാൻ ഈ ഫംഗ്ഷൻ കോൾ ചെയ്യാണ് ഏജ് ഇൻ 2030. ഓക്കെ. എന്നിട്ട് അതിൻ്റെ ഇൻപുട്ടായിട്ട് ഞാൻ എൻ്റെ പേര് കൊടുക്കുകയാണ്, അക്ഷയ് എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഇപ്പോഴത്തെ ഏജ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഫംഗ്ഷൻ ഔട്ട്പുട്ടായിട്ട് തന്നു അക്ഷയ് 32 എന്ന്. ഇവിടെ 2 കാര്യങ്ങൾ നമ്മുടെ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നുണ്ട്. എൻ്റെ പേരും റിട്ടേൺ ചെയ്യുന്നുണ്ട്, എൻ്റെ 2030 വയസ്സും റിട്ടേൺ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ റിട്ടേൺ ചെയ്യുന്ന ഒരൊറ്റ ടപ്പിളായിട്ടാണ് റിട്ടേൺ ചെയ്യുന്നത്. അതായത് 2 എലമെൻറ്റ്സ് ഉള്ള ഒരു ടപ്പിളായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിനെ എനിക്ക് അൺപാക്ക് ചെയ്യണം അല്ലേ? ഇങ്ങനെ 2 സാധനങ്ങൾ ഒരു ടപ്പിളിൻ്റെ ഉള്ളിൽ തന്നുകൊണ്ട് എനിക്ക് കാര്യമില്ല. എനിക്ക് ഇതിനെ 2 വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ അൺപാക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പുതിയ 2 വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാണ്. നെയിം ഏജ് ഇൻ 2030. അതായത് ഒരു വേരിയബിളിൻ്റെ പേര് എഴുതുന്നു, കോമ ഇടുന്നു, അടുത്ത വേരിയബിളിൻ്റെ പേര് എഴുതുന്നു. എന്നിട്ട് ഞാൻ ഈ ഫംഗ്ഷൻ ഇതുപോലെ കോൾ ചെയ്യാണ്. അതായത് ഈ ഫംഗ്ഷനെ ഇങ്ങനെ കോൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരൊറ്റ ടപ്പിളായിട്ടാണ് കിട്ടുക. ആ ടപ്പിളിൻ്റെ ഉള്ളിൽ 2 എലമെൻ്റ് ഉണ്ട്. ആ 2 എലമെൻറ്റിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 2 വേരിയബിൾ നെയിമും കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഫംഗ്ഷൻ്റെ ഔട്ട്പുട്ട് വരുമ്പോൾ ഫസ്റ്റത്തെ എലമെൻറ്റ് നെയിം എന്ന് പറഞ്ഞ വേരിയബിളിലോട്ട് പോകും, രണ്ടാമത്തെ എലമെൻറ്റ് ഏജ് ഇൻ 2030 എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിളിലോട്ടും പോകും. നമുക്ക് നെയിം ഒന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. നെയിം ഞാൻ പ്രിൻറ്റ് ചെയ്യുമ്പോൾ കണ്ടോ അക്ഷയ് എന്ന് വന്നിട്ടുണ്ട്. ഇനി ഈ ഏജ് ഇൻ 2030 ഒന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. ഏജ് ഇൻ 2030 പ്രിൻറ്റ് ചെയ്യുമ്പോൾ 32 എന്ന് വന്നിട്ടുണ്ട്. കണ്ടോ? കറക്റ്റായിട്ട് നമ്മൾ ഈ ഒരൊറ്റ ടപ്പിളിൽ വന്ന 2 എലമെൻറ്റ്സിനെ അൺപാക്ക് ചെയ്ത് സെപ്പറേറ്റ് വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ എഴുതുന്ന ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ഒന്നിൽ കൂടുതൽ വാല്യൂസ് റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അത്ര തന്നെ വാരിയബിൾസ് നെയിം കൊടുത്തുകൊണ്ട് അൺപാക്ക് ചെയ്യുന്നതായിരിക്കും. ഒരു ടപ്പിളായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളതിനെ ഓരോ എലമെൻറ്റിനെയും ഓരോ വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്തുകൊണ്ട് അൺപാക്ക് ചെയ്യും. അത്രേ ഉള്ളൂ. സിമ്പിളാണ്. അതൊക്കെ നമ്മൾ ഇനി കുറേ എക്സാമ്പിൾ പിന്നീട് ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായിക്കോളും. ഇപ്പം തന്നെ മനസ്സിലാവേണ്ടതാണ്, ഒന്നുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ ഒന്നും കൂടി വീഡിയോ നിർത്തിങ്ങാണ്ട് ഒന്നും കൂടി കേൾക്കുക. എന്നിട്ട് 1-2 എക്സാമ്പിൾ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുക. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് നൺ ഒബ്ജക്റ്റാണ്. നമ്മൾ ഫംഗ്ഷനൊക്കെ ഡിഫൈൻ ചെയ്യുന്ന ടൈമിൽ ഒരുപാട് യൂസ് ചെയ്യുന്നൊരു ഒബ്ജക്റ്റാണ് നൺ എന്ന് പറയുന്നത്. ഒന്നുമില്ല, നമുക്കിപ്പോൾ ഫംഗ്ഷൻ്റെ ഔട്ട്പുട്ടായിട്ട് ചില കേസസിൽ പ്രത്യേകിച്ച് വാല്യൂസ് ഒന്നും വരാനില്ലെങ്കിൽ നമ്മൾ നൺ ഒബ്ജക്റ്റ് റിട്ടേൺ ചെയ്യാൻ വേണ്ടി പറയും. അതായത് ഇതെന്ന് പറഞ്ഞാൽ ഒരു ആബ്സെൻസ് ഓഫ് എൻ എലമെൻ്റ് ആണ്. അതായത് ഒരു എലമെൻറ്റ് അവിടെ നിന്ന് വരാനില്ല. അങ്ങനെയാണെങ്കിൽ ആബ്സെൻസ് ഓഫ് എ വാല്യൂ ആയിട്ടാണ് നമ്മൾ നൺ ഒബ്ജക്റ്റിനെ കാണുന്നത്. അതെന്താണെന്ന് നമുക്ക് എക്സാമ്പിൾസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇതൊന്ന് നിർത്തി ഒന്ന് വായിച്ചു നോക്കുക. ഞാനിവിടെ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. ഞാൻ അതിന് പേര് കൊടുക്കുന്നത് ഡിവൈഡ് 2 നമ്പേഴ്സ് എന്നാണ്. അതായത് എൻ്റെ കയ്യിൽ 2 നമ്പേഴ്സിനെ കിട്ടിയാൽ അതിനെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഒന്നിനെ മറ്റൊന്നിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ പറയുകയാണ് റിട്ടേൺ എ ഡിവൈഡഡ് ബൈ ബി. ഇങ്ങനെ ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. ഇത് ഡിവൈഡ് 2 നമ്പേഴ്സ് എന്താ 2 നമ്പേഴ്സ്. ഞാൻ 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 5 കിട്ടുന്നുണ്ട്. ഇനി 6നെ 2 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. 3 കിട്ടുന്നുണ്ട്. എന്നാൽ ഇനി രണ്ടാമത്തെ എലമെൻറ്റ് 0 ആകുമ്പോൾ എന്താ സംഭവിക്കുക? നമുക്ക് എറർ കിട്ടും. കാരണം ഡിവിഷൻ ബൈ 0 നമുക്കിവിടെ പോസിബിൾ അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു എറർ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ഫംഗ്ഷൻ കുറച്ചും കൂടി ഒന്ന് മോഡിഫൈ ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും? നമ്മുടെ രണ്ടാമത്തെ വാല്യൂ എന്ന് പറയുന്നത്, അതായത് ബി 0 ആണെങ്കിൽ ഡിവൈഡ് ചെയ്യരുത്. അല്ലാത്ത കേസിൽ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്താൽ മതി. എൽസ് റിട്ടേൺ എ ബൈ ബി. 0 ആണെങ്കിൽ എന്ത് ചെയ്യണം? നമുക്കൊന്നും റിട്ടേൺ ചെയ്യണ്ട. അവിടെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? റിട്ടേൺ നൺ. നമ്മൾ നൺ ഒബ്ജക്റ്റിനെ റിട്ടേൺ ചെയ്യാൻ വേണ്ടി പറയുകയാണ്. ഓക്കെ, നമ്മൾ ഫംഗ്ഷൻ ഒന്ന് മോഡിഫൈ ചെയ്തു. ഒന്നുകൂടി നോക്കാം. 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 3 കിട്ടുന്നുണ്ട്. 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 കിട്ടുന്നുണ്ട്. എന്നാൽ 10നെ 0 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഔട്ട്പുട്ടും കിട്ടുന്നില്ല. അവിടെ ആബ്സെൻസ് ഓഫ് എ വാല്യൂ ആണ്. ഒരു വാല്യൂ അവിടെ നിന്ന് തരാനില്ല നമ്മുടെ ഫംഗ്ഷൻ. കാരണം അങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. 0 രണ്ടാമത്തെ എലമെൻ്റായി വരികയാണെങ്കിൽ എനിക്ക് ഒരു ഔട്ട്പുട്ടും വേണ്ടെന്ന് ഞാൻ ഫംഗ്ഷനോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഫംഗ്ഷൻ നമുക്ക് ഒന്നും തന്നെ റിട്ടേൺ ചെയ്യുന്നില്ല. നൺ
നണ്ണാണ് ഇവിടെ. ഇനി എൻ്റെ കയ്യിൽ ഒരു നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അത് പോസിറ്റീവ് ആണോ അല്ല എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് എനിക്കൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുക. ഞാനിവിടെ പറയുകയാണ് ഈസ് പോസിറ്റീവ് എന്ന് പറഞ്ഞിട്ടൊരു നമ്പർ ക്രിയേറ്റ് ചെയ്യണം. അതിൻ്റെ ഉള്ളിലോട്ട് ഞാനൊരു നമ്പർ കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ പറയുകയാണ് ഇഫ് എങ്ങനെയാണ് നമ്മൾ പോസിറ്റീവ് ആണോ നോക്കുക, നമ്പർ എന്തായിരിക്കണം, 0-നേക്കാളും കൂടുതലായിരിക്കണം അല്ലേ. നമ്പർ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ റിട്ടേൺ സ്പെല്ലിങ് ശരിയാവില്ലല്ലോ. റിട്ടേൺ എന്താ റിട്ടേൺ ചെയ്യേണ്ടത്, നമ്മുടെ നമ്പർ എന്ന് പറയുന്നത് നമ്പർ ഈസ് എ പോസിറ്റീവ് നമ്പർ. അതല്ലെങ്കിൽ എന്താണ് റിട്ടേൺ ചെയ്യേണ്ടത്, റിട്ടേൺ നൺ. എനിക്കൊന്നും വേണ്ട. ഓക്കെ, ഇനി ഫംഗ്ഷൻ ഒന്ന് കോൾ ചെയ്ത് നോക്കാം. ഈസ് പോസിറ്റീവ് നമ്പറായിട്ട് ഞാൻ 5 കൊടുക്കുകയാണ്. 5 ഒരു പോസിറ്റീവ് നമ്പറാണ്. 5 ഈസ് എ പോസിറ്റീവ് നമ്പർ എന്ന് പറഞ്ഞിട്ട് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. നമുക്ക് 2 കൊടുത്ത് നോക്കാം. 2ഉം പോസിറ്റീവ് നമ്പറാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ നമ്മൾ -5 കൊടുത്ത് നോക്കിയാൽ എന്താ വരും കണ്ടോ, ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നില്ല. കാരണം 0-നേക്കാൾ വലുതായിട്ടുള്ള നമ്പേഴ്സിനെ മാത്രം നമുക്ക് പോസിറ്റീവ് നമ്പറായിട്ട് ഔട്ട്പുട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്കൊരു ഔട്ട്പുട്ടും വേണ്ട. അങ്ങനെ ഈ നൺ ഒബ്ജക്റ്റ് നമുക്ക് പല കേസുകളിലും ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ വലിയ ഫങ്ഷൻസ് ഒക്കെ ഡിഫൈൻ ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടി പഠിക്കുന്നതായിരിക്കും. ഇപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക, നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യുക, കുറേ എക്സാമ്പിൾസ് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. ഇത് നമ്മളിങ്ങനെ ഇംഗ്ലീഷാണ് അല്ലെങ്കിൽ ഇതാണെന്ന് വിചാരിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ നമ്മുടേതായിട്ടുള്ള ലൈഫിൽ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങളൊക്കെ ആലോചിച്ച് നോക്കുക. അതിന് നമുക്ക് എങ്ങനെ കോഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ ഇഫ് എൽസ് കണ്ടീഷനൊക്കെ വെച്ച് നമ്മൾ കുറേ എക്സാമ്പിൾസൊക്കെ പറഞ്ഞില്ലേ, അതുപോലെ ഓരോന്നും ചെയ്ത് നോക്കുക. എന്നിട്ട് നൺ ഒബ്ജക്ട്സ് റിട്ടേൺ ചെയ്യുന്ന രീതിയിലുള്ള ഫങ്ഷൻസൊക്കെ എഴുതി നോക്കുക. കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഓക്കെ, എന്നാൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. ഇനി നമ്മൾ 2 കാര്യങ്ങളാണ് പുതുതായിട്ട് പഠിക്കാൻ പോകുന്നത്. സ്കോപ്പ് ആൻഡ് ലൈഫ് ടൈം ഓഫ് എ വാരിയബിൾ. നമ്മുടെ വാരിയബിൾസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്കോപ്പ് എന്താണ് അല്ലെങ്കിൽ ലൈഫ് ടൈം എന്താണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് സ്കോപ്പ് എന്താണെന്ന് നോക്കാം. സ്കോപ്പ് എന്ന് പറയുന്നത് ഇവിടെ എഴുതിയിട്ടുണ്ട്, ദ സ്കോപ്പ് ഓഫ് എ വാരിയബിൾ റിഫേഴ്സ് ടു ദ റീജിയൻ ഓഫ് എ പ്രോഗ്രാം വെയർ ദ വാരിയബിൾ ഈസ് ആക്സസിബിൾ. അതായത് ഒരു പ്രോഗ്രാമിൽ നമുക്ക് ഏതൊക്കെ സ്ഥലത്ത് വെച്ചൊരു വാരിയബിളിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നുള്ളതിനാണ് അതിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത്. നമുക്ക് എക്സാമ്പിൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ സ്കോപ്പ് തന്നെ നമുക്ക് പലതരത്തിലുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഗ്ലോബൽ സ്കോപ്പാണ്. അതായത് നമുക്ക് പ്രോഗ്രാമിൻ്റെ എവിടെ വെച്ച് വേണമെങ്കിലും ആ വേരിയബിൾ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ലോക്കൽ സ്കോപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ലോക്കലായിട്ട് ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ കുറച്ച് ഒരു റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രമേ നമുക്ക് ആ വേരിയബിൾ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ഗ്ലോബൽ സ്കോപ്പ് എന്ന് നോക്കാം. ഇവിടെ പറയുന്നുണ്ട് വാരിയബിൾസ് ഡിഫൈൻഡ് ഔട്ട്സൈഡ് എനി ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷൻ്റെ പുറത്ത് ഡിഫൈൻ ചെയ്തിട്ടുള്ള വാരിയബിൾസ് അല്ലെങ്കിൽ ഒരു ക്ലാസിൻ്റെ പുറത്ത് ഡിഫൈൻ ചെയ്തിട്ടുള്ള വാരിയബിൾസ് നമുക്ക് ഗ്ലോബൽ സ്കോപ്പ് ഉണ്ടെന്ന് പറയാം. അതായത് അവരെ എവിടെ വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റും. വിച്ച് മീൻസ് ദേ ക്യാൻ ബി ആക്സസ്ഡ് ഫ്രം എനിവെയർ വിത്തിൻ ദ പ്രോഗ്രാം. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കാം. ഞാനിവിടെ ഒരു ഗ്ലോബൽ വേരിയബിൾ എന്ന് പറഞ്ഞിട്ട് വെറുതെ ഒരു വേരിയബിളിന് പേര് കൊടുക്കണം, ഗ്ലോബൽ വാർ. എന്നിട്ട് ഞാൻ അതിലോട്ടൊരു വാല്യൂ 10 കൊടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ഞാൻ വേറൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ്, ഡെഫ് മൈ ഫംഗ്ഷൻ. ഫംഗ്ഷൻ ഇൻപുട്ടായിട്ട് ഞാൻ ഒന്നും കൊടുക്കുന്നില്ല. എന്നിട്ട് ഞാൻ പറയുകയാണ് പ്രിൻ്റ് അല്ലെങ്കിൽ റിട്ടേൺ ഗ്ലോബൽ വാർ. വേണമെങ്കിൽ ഇത് 2 സെപ്പറേറ്റ് സെല്ലാക്കാം. ഓക്കെ, ഞാനിവിടെ ഗ്ലോബൽ വേരിയബിൾ ഡിഫൈൻ ചെയ്തു. ഗ്ലോബൽ വേരിയബിൾ എന്ന് പറഞ്ഞാൽ 10 ആണ്. ജസ്റ്റ് ഒരു വേരിയബിൾ ഞാൻ ഫംഗ്ഷൻ്റെ പുറത്ത് ഡിഫൈൻ ചെയ്തു. എന്നിട്ട് ഞാൻ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുകയാണ്. ഫംഗ്ഷൻ്റെ ഉള്ളിൽ എന്താണ് ടാസ്ക് എന്ന് പറയുന്നത്, ഫംഗ്ഷൻ ഇൻപുട്ടായിട്ട് ഞാൻ ഒന്നും കൊടുക്കുന്നില്ല. പക്ഷേ ഈ ഫംഗ്ഷൻ എപ്പോൾ കോൾ ചെയ്താലും ഈ ഒരു വേരിയബിളിൻ്റെ വാല്യൂ റിട്ടേൺ ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. റിട്ടേൺ. ഓക്കെ, ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് ഫംഗ്ഷൻ വിളിച്ച് നോക്കാം. മൈ ഫംഗ്ഷൻ. ഓക്കെ, കണ്ടോ, നമുക്ക് 10 എന്ന് പറഞ്ഞിട്ടുള്ള ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. അതായത് ഞാൻ ആദ്യം ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ള വേരിയബിൾ ഉണ്ട് ഇവിടെ. ഫംഗ്ഷൻ്റെ പുറത്താണ് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ ഫംഗ്ഷനിൽ ചെയ്യേണ്ട ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വേരിയബിളിനെ റിട്ടേൺ ചെയ്യുക എന്നുള്ളതാണ്. ഇത് ഗ്ലോബൽ സ്കോപ്പുള്ള ഒരു വേരിയബിൾ ആയതുകൊണ്ടാണ് എനിക്ക് ഫംഗ്ഷൻ്റെ പുറത്ത് വെച്ച് ഡിഫൈൻ ചെയ്യുമ്പോഴും അതിന് ഫംഗ്ഷൻ്റെ ഉള്ളിലേക്ക് അത് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇനി ലോക്കൽ സ്കോപ്പ് എന്താണെന്ന് നോക്കാം. ഇനി ഫംഗ്ഷൻ വെച്ച് മാത്രമല്ല കേട്ടോ, നമുക്ക് അല്ലാതെ സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യണ പോലെ പ്രിൻ്റ് ഗ്ലോബൽ വാർ എന്ന് പറഞ്ഞാലും നമുക്ക് ആ എലമെൻറ്റിനെ ആക്സസ് ചെയ്യാൻ പറ്റും. ഗ്ലോബൽ വേരിയബിൾ ഈസ് ഡിഫൈൻഡ് ഔട്ട്സൈഡ് ദ ഫംഗ്ഷൻ ആൻഡ് ഹാസ് ഗ്ലോബൽ സ്കോപ്പ്. അതിനെ നമുക്ക് എവിടെ വേണമെങ്കിലും
യൂസ് ചെയ്യാൻ പറ്റും. ഫംഗ്ഷൻ്റെ ഉള്ളിലായിക്കോട്ടെ ഫംഗ്ഷൻ്റെ പുറത്തായിക്കോട്ടെ എവിടെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എന്നാൽ ലോക്കൽ സ്കോപ്പ് എന്ന് പറയുന്നത് അങ്ങനെയല്ല, അത് കുറച്ചും കൂടി റെസ്ട്രിക്റ്റഡ് ആണ് ചങ്ങായിമാർ. വാരിയബിൾസ് ഡിഫൈൻഡ് വിത്തിൻ എ ഫംഗ്ഷൻ ഹാവ് ലോക്കൽ സ്കോപ്പ്. അതായത് നമ്മൾ വാരിയബിൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിലാണെങ്കിൽ അതിന് ലോക്കൽ സ്കോപ്പാണുള്ളത്, വിച്ച് മീൻസ് ദേ ആർ ആക്സസിബിൾ ഓൺലി വിത്തിൻ ദാറ്റ് ഫംഗ്ഷൻ. ആ ഫംഗ്ഷൻ്റെ ഉള്ളിൽ മാത്രമേ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിവിടെ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണം, മൈ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിലൊരു വാരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. ആ വാരിയബിളിൻ്റെ പേര് ഞാൻ ലോക്കൽ വാർ എന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് അതിലോട്ട് 20 എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാല്യൂ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഫംഗ്ഷനോട് ഞാൻ പറയുകയാണ് പ്രിൻറ്റ് ലോക്കൽ വാർ, ലോക്കൽ വാരിയബിളിനെ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫംഗ്ഷൻ ഞാൻ ഇവിടെ ഡിഫൈൻ ചെയ്തു. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഫംഗ്ഷൻ്റെ പേര് വെച്ച് കോൾ ചെയ്യാണ്. ഇൻപുട്ടായിട്ടൊന്നും കൊടുക്കേണ്ടില്ല, കാരണം നമ്മൾ ഇവിടെ പാരാമീറ്ററായിട്ടൊന്നും കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ഇവിടെ ഒരു ആർഗ്യുമെൻറ്റ്സിൻ്റെയും ആവശ്യമില്ല. ഞാൻ ജസ്റ്റ് ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ എനിക്ക് ഔട്ട്പുട്ട് കിട്ടും ഈ ലോക്കൽ വാർ. എന്നാൽ ഞാൻ പുറത്ത് വന്നിട്ട് വെറുതെ പ്രിൻറ്റ് ലോക്കൽ വാർ എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കാൻ നോക്കാം. ലോക്കൽ വാർ കണ്ടോ, നെയിം ലോക്കൽ വാർ ഈസ് നോട്ട് ഡിഫൈൻഡ്. അതായത് ഇതൊരു ലോക്കൽ സ്കോപ്പുള്ള വേരിയബിളാണ്. ഈ വേരിയബിളിനെ നമുക്ക് ഫംഗ്ഷൻ്റെ ഉള്ളിൽ മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഫംഗ്ഷൻ്റെ ഉള്ളിലാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ മാത്രമേ ആ വേരിയബിളിന് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. പുറത്തുനിന്ന് ഇങ്ങനെ വന്നിട്ട് ലോക്കൽ വേരിയബിൾ എന്ന് പറഞ്ഞിട്ട് പ്രിൻറ്റ് ചെയ്യാൻ പറഞ്ഞാലൊന്നും നമുക്ക് കിട്ടത്തില്ല. അതാണ് ഗ്ലോബൽ സ്കോപ്പും ലോക്കൽ സ്കോപ്പും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഒരു വേരിയബിളിൻ്റെ സ്കോപ്പ് എന്താണെന്ന് മനസ്സിലായില്ലേ? ലോക്കൽ വാർ ഈസ് ഡിഫൈൻഡ് വിത്തിൻ ദ മൈ ഫംഗ്ഷൻ and has a local scope. It can be accessed only within that function. ആ ഫംഗ്ഷൻ്റെ ഉള്ളിൽ മാത്രമേ നമുക്ക് അതിനെ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ലൈഫ് ടൈം എന്താണെന്ന് നോക്കാം. ലൈഫ് ടൈം ഓഫ് എ വേരിയബിൾ റിഫേഴ്സ് ടു ദ ഡ്യൂറേഷൻ ഫോർ വിച്ച് എ വേരിയബിൾ എക്സിസ്റ്റ് ഇൻ മെമ്മറി ഡ്യൂറിങ് പ്രോഗ്രാം എക്സിക്യൂഷൻ. അതായത് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിൽ എത്രത്തോളം കാലം ഈ ഒരു നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വേരിയബിൾ എക്സിസ്റ്റ് ചെയ്യും, എത്രത്തോളം നിലനിൽക്കുന്നുള്ളതിനനുസരിച്ചാണ് അതിൻ്റെ ലൈഫ് ടൈം എന്ന് പറയുക. എത്ര കാലം ക്രിയേറ്റ് ചെയ്തിട്ട് അത് ഡിസ്ട്രോയ് ചെയ്യപ്പെടുന്നത് വരെയുള്ള ടൈമാണ് ലൈഫ് ടൈം എന്ന് പറയുന്നത്. ഒന്നുമില്ല, ഒരാളെ ജീവിതകാലം പോലെ ഒരു വേരിയബിളിൻ്റെ ജീവിതകാലം. അത് തന്നെ നമുക്ക് ഗ്ലോബൽ വേരിയബിൾസിൻ്റെ ആദ്യം നോക്കാം. ഗ്ലോബൽ വേരിയബിൾസിൻ്റെ കാര്യങ്ങൾ ഞാൻ ഇവിടേക്ക് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഒരു മിനിറ്റ്. ഇവിടെ പറയുന്നുണ്ട് വേരിയബിൾസ് വിത്ത് ഗ്ലോബൽ സ്കോപ്പ്. നമ്മൾ നേരത്തെ പറഞ്ഞ വേരിയബിൾസ് ഉണ്ടല്ലോ, ഗ്ലോബൽ സ്കോപ്പിലുള്ള വേരിയബിൾസ്, അതായത് ഫംഗ്ഷൻ്റെ പുറത്ത് ഡിഫൈൻ ചെയ്തിട്ടുള്ള വേരിയബിൾസ് എക്സിസ്റ്റ് ത്രൂ ഔട്ട് ദ എൻറ്റയർ പ്രോഗ്രാംസ് എക്സിക്യൂഷൻ. അത് കുറേ നേരം അവിടെ മെമ്മറിയിൽ നിലനിൽക്കും. നമ്മൾ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന ആ എൻറ്റയർ ടൈമിൽ അവിടെ ഉണ്ടാവും. ദേ ആർ ക്രിയേറ്റഡ് വെൻ ദ പ്രോഗ്രാം സ്റ്റാർട്ട്സ് ആൻഡ് ആർ ഡിസ്ട്രോയിഡ് വെൻ ദ പ്രോഗ്രാം എൻഡ്സ്. അതായത് നമ്മൾ എപ്പോഴാണോ നമ്മുടെ പ്രോഗ്രാം മൊത്തത്തിൽ ക്ലോസ് ചെയ്ത് പോകുന്നത് അത്രയും നേരം ആ വേരിയബിൾ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഗ്ലോബൽ വേരിയബിൾ അവിടെ തന്നെ ഉണ്ടായിരിക്കും. ലൈഫ് ടൈം നമ്മൾ എപ്പോഴാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ വേരിയബിൾ ഡിഫൈൻ ചെയ്യുന്നത് അത് മുതൽ നമ്മൾ പ്രോഗ്രാം ക്ലോസ് ചെയ്ത് പോകുന്നത് വരെ ആ വേരിയബിൾ അവിടെ ഉണ്ടായിരിക്കും. അത്രയാണ് അതിൻ്റെ ലൈഫ് ടൈം എന്ന് പറയുന്നത്. എന്നാൽ നമ്മളെ പാവം ലോക്കൽ വേരിയബിൾസിന് അങ്ങനെ വല്ലതും ഉണ്ടോ നോക്കാം നമുക്ക്. ഞാനിവിടെ എഴുതി വെക്കാം. ലോക്കൽ വേരിയബിൾസിന് വേരിയബിൾസ് വിത്ത് ലോക്കൽ സ്കോപ്പുള്ള വേരിയബിൾസ് ആണെങ്കിൽ ആർ ക്രിയേറ്റഡ് വെൻ ഫംഗ്ഷൻ ഇസ് കോൾഡ്. നമ്മൾ എപ്പോഴാണോ ആ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത് ആ ടൈമിൽ ആ വേരിയബിൾ വീണ്ടും ക്രിയേറ്റ് ആവും. എന്നിട്ട് ഡിസ്ട്രോയിഡ് വെൻ ദ ഫംഗ്ഷൻ ഫിനിഷസ് എക്സിക്യൂഷൻ. ഇവിടെ നമ്മൾ ഫംഗ്ഷൻ വിളിക്കുന്ന ടൈമിൽ ഇവിടെ ലോക്കൽ വേരിയബിൾ ക്രിയേറ്റ് ആവും. എന്നിട്ട് ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ആ വേരിയബിൾ അവിടെ നിന്ന് ഡിസ്ട്രോയ് ചെയ്യപ്പെടുകയാണ്. പിന്നെ മെമ്മറിയിൽ അതില്ല. പിന്നെ അടുത്തോട്ട് നമ്മൾ വിളിക്കുമ്പോൾ വീണ്ടും ഇതുപോലെ ക്രിയേറ്റ് ചെയ്ത് ഡിസ്ട്രോയ് ചെയ്യപ്പെടുകയാണ്. അല്ലാതെ നമ്മുടെ എക്സിക്യൂഷൻ്റെ, അതായത് നമ്മൾ പ്രോഗ്രാമിൽ ഇവിടെ എത്ര നേരം സ്പെൻഡ് ചെയ്യേണ്ട അത്രയും നേരം ആ ലോക്കൽ വേരിയബിൾ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ കുറേ കാര്യങ്ങൾ നോക്കി. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഫംഗ്ഷൻ്റെ കാര്യത്തിൽ. പക്ഷെ എന്നാലും അത് കുറച്ചുണ്ട്. നിങ്ങൾ കുറേ എക്സാമ്പിൾസ് ചെയ്തെന്ന് നമുക്കൊന്നും കൂടി മയമായിട്ട് വരണം. എന്നാൽ നമുക്ക് കൂടുതൽ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെ ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളൂ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.